അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരടിമക്ക് മരണപ്പെടുന്നതിനു വേണ്ടി ഒരു സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ടാകും. ഇദാ ഖലല്ലാഹു ബി അബ്ദിൻ അയ്യമൂത ബി അർളിൻ, അങ്ങനെയാണെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ജഅല ഇലൈഹാ ഹാജതൻ, അവിടേക്ക് അവനൊരു ആവശ്യമുണ്ടാക്കുന്നതാണ്. ആകാശത്ത് വെച്ച് മരണപ്പെടുന്നതാണ് നമ്മൾ തീരുമാനിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു നമ്മൾ ആകാശത്തിലേക്ക് എത്തിക്കും. കടലിൽ വെച്ചുകൊണ്ടാണ് മരണപ്പെടുന്നതെങ്കിൽ അള്ളാഹു കടലിലേക്ക് എത്തിക്കും. എവിടെ വെച്ചുകൊണ്ടാണോ മരണപ്പെടാൻ അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത് അവിടേക്കൊരു ആവശ്യമുണ്ടാക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവിടേക്ക് നമ്മളെ എത്തിക്കുകയും ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ മരണത്തിന് മുന്നിൽ എത്ര നിസ്സഹായരാണ് നമ്മൾ. അപ്പോൾ നമ്മൾക്ക് കരുത്തുണ്ട്, നമുക്ക് പണമുണ്ട്, നമുക്ക് അധികാരമുണ്ട്, നമ്മുടെ വാക്കിന് പവറുണ്ട്, നമ്മുടെ ശബ്ദത്തിന് പവറുണ്ട്. എന്നാൽ മരണത്തിന് മുന്നിൽ മനുഷ്യൻ നിസ്സഹായനാണ്, നിസ്സാരനായി നിന്ന് കൊടുക്കേണ്ടി വരുന്ന അവസ്ഥ. ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ, ഒരു നിമിഷം മുന്നിലോട്ടോ ഒരു നിമിഷം പിന്നിലോട്ടോ അള്ളാഹു സുബ്ഹാനഹു വ തആല സമയം നീട്ടിത്തരാത്ത ഒരവസ്ഥയാണ്. അള്ളാഹ് 18 വർഷമായി ഞാൻ ഗൾഫിൽ നിന്ന് പ്രവാസം സഹിച്ച് ഒരുപാട് അധ്വാനിച്ച് ഒരുപാട് ഞാൻ ആഗ്രഹിച്ചുണ്ടാക്കിയ വീടാണ്. നാളെയാണ് ഇതിൻ്റെ കുടിയിരിക്കൽ. എൻ്റെ മരണത്തിന് ഒരു ദിവസത്തേക്ക് നീട്ടിത്തരുമോ? അള്ളാഹു നീട്ടിത്തരുമോ? അള്ളാഹു, ഞാൻ ആഗ്രഹിച്ച് എൻ്റെ കൺകുളിർമയായി വളർന്നു വന്ന എൻ്റെ കുട്ടിയാണ്, എൻ്റെ പേരക്കുട്ടിയാണ്. നാളെയാണ് വിവാഹം. അവളുടെ വിവാഹം കഴിയുന്നത് വരെയെങ്കിലും, ആ വിവാഹം ഒന്ന് കാണാനുള്ള അവസരമുണ്ടായിത്തരുന്നത് വരെയെങ്കിലും എൻ്റെ റൂഹിനെ, എൻ്റെ മരണത്തെ ഒരല്പസമയത്തേക്ക് നീ പിടിച്ചു വെക്കുമോ? ലാ യസ്തഖിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. ആ സമയത്തുള്ള വിലാപങ്ങൾക്കോ ആ സമയത്തുള്ള ഖേദപ്രകടനങ്ങൾക്കോ വിലയില്ല എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഇപ്പം നമുക്ക് സമയമുണ്ട്. ഇപ്പം ഞാനും നിങ്ങളും മരണത്തെ പുൽകിയിട്ടില്ലാത്ത, ഹൃദയമിടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നമുക്ക് സമയമുണ്ട്. ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ, ധാരാളം നന്മകളിലേക്ക് മുന്നേറുവാൻ, ഇതുപോലെ ധാരാളം ഇൽമിൻ്റെ സദസ്സുകളിലേക്ക് എത്തുവാൻ, ധാരാളം നന്മകൾ ചെയ്യുവാൻ ഇപ്പം നമുക്ക് സമയമുണ്ട്. എന്നാൽ ഈ സമയങ്ങൾക്കെല്ലാം വിലക്ക് വീഴുന്ന, ഈ സമയങ്ങളെല്ലാം നിശ്ചലമാകുന്ന ഒരു സമയം വരാനുണ്ട് എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതാണ് സൂറത്ത് മുഅ്മിനൂൻ്റെ 100-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗതു ഖാല റബ്ബിർജിഊൻ ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഹത്താ ഇദാ ജാഅ അഹദഹുമുൽ മൗത്ത്, അവരിൽ ഒരാൾക്ക് മരണം വന്നു കഴിഞ്ഞാൽ, മരണം കൺമുന്നിൽ കാണുന്ന സമയത്ത് മനുഷ്യൻ പറയുന്നതാണ്, റബ്ബിർജിഊൻ, റബ്ബേ ഒന്ന് തിരിച്ചയക്കോ, എൻ്റെ ദുനിയാവിലേക്ക് ഒന്ന് തിരിച്ചയക്കുമോ, എൻ്റെ പ്രവർത്തനങ്ങളിലേക്ക്, എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ തറവാട്ടിലേക്ക്, എൻ്റെ ദുനിയാവിലേക്ക് എന്നെ ഒന്ന് തിരിച്ചയക്കുമോ? 50 വർഷം 60 വർഷം 65 വർഷം ദുനിയാവിൽ ജീവിക്കാൻ അവസരം കിട്ടിയിട്ട് അതിനാവശ്യമായ സമ്പത്തും അതിനാവശ്യമായ വീടും ആരോഗ്യവും എല്ലാം നൽകിയിട്ടും അവസാനം മരണത്തെ കൺമുന്നിൽ കാണുമ്പോൾ ചോദിക്കുകയാണ്, ഒന്നുകൂടി തിരിച്ചയക്കോ? എന്തിനാണ് തിരിച്ചു പോകുന്നത്? ലഅല്ലി അഅമലു സ്വാലിഹൻ ഫീമാ തറക്തു, ഞാൻ ചെയ്യാതെ വിട്ടേച്ചു പോയ ഒരുപാട് നന്മകളുണ്ട്. എൻ്റെ നിസ്കാരം, എൻ്റെ ഖുർആൻ പാരായണം, എൻ്റെ അദ്കാറുകൾ, എൻ്റെ നന്മയുടെ ഭാഗങ്ങൾ, ഒരുപാട് പ്രവർത്തനങ്ങൾ ഇനിയും ചെയ്യാൻ ബാക്കിയുണ്ട്. ഞാനതെല്ലാം ചെയ്തു കൊള്ളാം. ഫഅസ്വദ്ദഖ വഅകും മിനസ് സ്വാലിഹീൻ, ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെട്ടുകൊള്ളാം. ഞാൻ സ്വതക്ക നൽകാം. ഇലാ അജലിൻ ഖരീബ്, കുറച്ച് സമയം തന്നാൽ മതി അല്ലാഹ്, ഒരല്പം എനിക്കൊന്ന് നീ നീട്ടിത്തരുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല മറുപടി, കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹ, അതവൻ്റെ വെറും വർത്തമാനം മാത്രമാണ്. അവനെ ദുനിയാവിലേക്ക് തിരിച്ചയച്ചാൽ അവൻ്റെ പഴയ ദുനിയാവും അവൻ്റെ ഭൗതികതയും അവൻ്റെ കുടുംബവും നന്മകൾ ചെയ്യാനൊന്നും അവനക്ക് സമയമില്ല. അതുകൊണ്ട് തന്നെ ഇനി അവന് വരാനുള്ളത് ഒരു ബർസഖാണ്, പരലോകം വരെയുള്ള ഒരു മറയുള്ള ഒരു ഖബർ ജീവിതമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചു വന്നത്, ഈ മരണത്തെ പുലുകിയിട്ടില്ലാത്ത, കണ്ണുമറിഞ്ഞു പോയിട്ടില്ലാത്ത, ഹൃദയമിടിപ്പ് നിന്നിട്ടില്ലാത്ത ഈ സമയത്ത് പ്രിയമുള്ളവരെ, മരണത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ, മരണാനന്തര ജീവിതത്തിലേക്ക് ആവശ്യമായ പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തു വെക്കുക എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഇദാ അറാദല്ലാഹു ബി അബ്ദിൻ ഖൈറൻ ഇസ്തഅമലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഖൈർ ഉദ്ദേശിച്ചാൽ, നന്മ ഉദ്ദേശിച്ചാൽ അല്ലാഹു അയാളെ കൊണ്ട് പ്രവർത്തിപ്പിക്കുന്നതാണ്. ധാരാളം പ്രവർത്തനങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അയാൾക്ക് ചെയ്യാനുള്ള അവസരങ്ങൾ കൊടുക്കും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്ത് ചോദിക്കുകയാണ്, കൈഫ യസ്തഅമലുഹു, റസൂലെ എങ്ങനെയാണ് പ്രവർത്തിക്കുക? എന്താണ് പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ, എങ്ങനെയാണ് നൽകുക?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് അയ്യുവഫിഖഹു ലിഅമലിൻ സ്വാലിഹിൻ ഖബ്ലൽ മൗത്ത്, മരണപ്പെടുന്നതിന് മുമ്പ് ധാരാളം നന്മകൾ ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അയാൾക്ക് അള്ളാഹു തൗഫീഖ് നൽകുന്നതാണ്. ഈ ഹദീസ് മുന്നിൽ വെച്ച് നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം, 24 മണിക്കൂറിൽ നമ്മൾ തിരക്കിലോരാണ്. ചോറുന്നാൻ സമയം കിട്ടാതെ, ചായ അടിക്കാൻ സമയം കിട്ടാതെ നമ്മൾ ഓടുകയാണ്. പ്രിയമുള്ളവർ, ഈ 24 മണിക്കൂറിൽ നമ്മുടെ ഈ തിരക്കുകൾക്കിടയിൽ അതൊരു ലിസ്റ്റാക്കിയിട്ട് രാവിലെ മുതൽ രാത്രി വരെ ചോറുന്നാനും ചായ അടിക്കാനും ഉറങ്ങാനും കുടുംബത്തിൻ്റെ ഒപ്പം ഇരിക്കാനും സമയം കിട്ടാതെ ഞാൻ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ, ഇതിലെത്ര എണ്ണം അള്ളാഹും റസൂലും തൃപ്തിപ്പെട്ടതുണ്ടാവും? ഇതിലെത്ര എണ്ണം എൻ്റെ പരലോകത്തിന് വേണ്ടി ഉണ്ടാവും? എൻ്റെ പ്രവർത്തനങ്ങളിൽ അധികവും പരലോകത്തിന് വേണ്ടിയാണോ ഇഹലോകത്തിന് വേണ്ടിയാണോ? സൂറത്ത് ഇസ്രായിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരായത്ത് പറയുന്നുണ്ട്. ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ചില ആളുകൾ അവർ ഉദ്ദേശിക്കുന്നത് ദുനിയാവാണ്. അവരുടെ ഉദ്ദേശം, അവരുടെ ഓട്ടം, അവരുടെ വിചാരം, അവരുടെ ചിന്തകൾ എല്ലാം ദുനിയാവിനാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ് അത്തരക്കാരൻ നാം നരകത്തിലേക്കിടുന്നതാണ്. അവർ വേറെ ഒരു തെറ്റും ചെയ്താൽ അള്ളാഹ് പറയണില്ല. ഭൗതികതക്ക് അത്ര പ്രാധാന്യം നൽകി ഭൗതികന്മാരായി ജീവിച്ച ചില ആളുകൾ അവർ പരലോകം മറന്നുപോയി. ജമാഅത്തിൻ്റെ സമയത്ത് അവർക്ക് നിസ്കരിക്കാൻ സമയം കിട്ടണില്ല, രാവിലെ വൈകുന്നേരം അദ്കാറില്ല അവർക്ക് സമയം കിട്ടണില്ല, അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തുകൾ പിൻപറ്റാൻ സമയം കിട്ടണില്ല, അത് പഠിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല, ഖുർആൻ്റെ ആയത്തുകൾ വായിക്കാൻ അവർക്ക് സമയം കിട്ടണില്ല. പ്രിയമുള്ളവരെ, അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ സമയം കിട്ടാത്തവരാണോ നമ്മൾ? ജീവിതത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങളിൽ പരലോകത്തേക്കാൾ ദുനിയാവിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നമ്മൾ സ്ഥാനം നൽകിയവരാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഈ ദുനിയാവിനെക്കുറിച്ച് അള്ളാഹ് പറയുന്നത് മത്താഴ് എന്നാണ്. ഇതൊരു മത്താഉൽ ഖുറൂർ. മത്താഴ് എന്ന് പറഞ്ഞാൽ വിഭവങ്ങൾ എന്നാണ്. ഈ ദുനിയാവിലെ വിഭവങ്ങൾ ഇങ്ങനെ കാണുമ്പോൾ കണ്ണഞ്ചുന്ന വിഭവങ്ങളുണ്ടാവും. കണ്ണിന് കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ആസ്വാദനം ജനിപ്പിക്കുന്ന ധാരാളം വിഭവങ്ങൾ. ഇതുപോലത്തെ ഒരു വിഭവമാണ് ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ. എന്നാൽ ഇത് സാധാരണ വിഭവമല്ല. മത്താഉൽ ഖുറൂർ, ഇതൊരു കബളിപ്പിക്കുന്ന, വഞ്ചിച്ച് കളയുന്ന വഞ്ചനയുടെ വിഭവമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങാടിയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ചത്താട്, അതിൻ്റെ ചെവിക്ക് പ്രശ്നമുണ്ട്, ന്യൂനതകളുണ്ട്, അങ്ങനെ ചത്ത് കിടക്കുക. അപ്പോൾ റസൂലുള്ളാഹി അതിനെ ഉയർത്തി പിടിച്ചിങ്ങനെ ചോദിക്കുകയാണ്, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ 2 റുപ്യ എന്നായി, 2 ദീനാർ തന്നാൽ ഇത് നിങ്ങൾ ആരെ മേടിക്കുക? സ്വഹാബത്ത് പറഞ്ഞു, വേണ്ട റസൂൽ, 2 ദീനാർ ഞങ്ങൾക്ക് വേണ്ട. ശരി, 1 ദീനാർ, 1 റുപ്യ എന്നാൽ മതി, കൊണ്ടേക്കോളി. സ്വഹാബത്ത്, റസൂലെ അത് ഞങ്ങൾക്ക് വെറുതെ എന്നാലും ഞങ്ങൾ മേടിക്കില്ല, കാരണം ചത്തിട്ടുണ്ട്, അത് മാത്രമല്ല അതിന് ന്യൂനതകളുണ്ട്, ഞങ്ങൾക്ക് എന്തിനാണത്, വെറുതെ എന്നാലും ഞങ്ങൾക്കത് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ്. ഇതിനേക്കാൾ വില കുറഞ്ഞതാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ദുനിയാവ്. ഞാൻ പറഞ്ഞ ദുനിയാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കേണ്ട, ദുനിയാവിൽ നമുക്ക് ജീവിക്കണം. ദുനിയാവാണ് നമ്മുടെ ജീവിതം. ഇത് കപ്പലാണ്. ഈ കപ്പലിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓട്ടലിലെ കപ്പലാണെങ്കിലോ അത് ഓടുമോ? ഇല്ലല്ലോ. ദുനിയാവ് ഹൃദയത്തിലേക്ക് കയറിയാൽ കപ്പലിന് ഓട്ടായതുപോലെയാണ്. കപ്പൽ നശിക്കണ പോലെ മനുഷ്യൻ നശിക്കും. റസൂലുള്ളാഹിയുടെ പ്രാർത്ഥന റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന എന്നാണ്. ദുനിയാവിലും ആഖിറത്തിനും നന്മക്ക് വേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നാൽ പ്രിയമുള്ളവരെ, ദുനിയാവിനേക്കാൾ ആഖിറത്തിന് നമുക്ക് സ്ഥാനം നൽകാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പരലോകത്ത് വലിയ വിലകൾ നമ്മൾ നൽകേണ്ടി വരും എന്നുള്ളതാണ്. എത്ര ഭീകരമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ മരണത്തെ പറഞ്ഞു തരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോൽപാത്രത്തിൽ വെള്ളം കൊടുന്നിങ്ങനെ വെച്ചിക്കുകയാണ്. എന്നിട്ട് അതിലിങ്ങനെ കൈമുക്കും, നെറ്റിയിലേക്ക് ഇങ്ങനെ ചേർത്ത് വെക്കും. ആയിഷ ലാ ഇലാഹ ഇല്ലല്ലാ ഇന്നലിൽ മൗത്തി സക്കറാത്ത്. ആയിഷ, മരണത്തിന് വല്ലാത്ത വേദന ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിൻ്റെ രംഗാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയല്ലേ, കല്ലാ ഇദാ ബലഗത്തി തറാഖിയ, റൂഹെങ്ങാനും തൊണ്ടക്കുഴിയിലെത്തിയാൽ, നമ്മുടെ പെരുവിരൽ മുതൽ റൂഹ് പിടിച്ച് അവസാനം തൊണ്ടക്കുഴിയിലേക്ക് എത്തുമ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, ഗർ ശബ്ദമുണ്ടാകും. ഒരടിമയുടെ തൗബയുടെ വാതിലടയുന്ന ഗർ ശബ്ദമുണ്ടാകുന്ന ആ അവസാന ഘട്ടത്തിൽ ആർത്തുരച്ചു വരുന്ന ഒരു മഹാസമുദ്രം മുന്നിലുണ്ടെങ്കിൽ അത് മുഴുവൻ കുടിച്ച് തീർക്കാൻ മാത്രം ദാഹമുള്ള സമയത്ത് വക്കീല മൻ റാഖ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ആ മരണത്തിൻ്റെ സമയം റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ വക്കീല മൻ റാഖ്,
മനുഷ്യൻ പറയും, അവനോട് ചോദിക്കപ്പെടും, ആരുണ്ട് ഒന്ന് മന്ത്രിച്ച് തരുവാൻ, ഈ വേദനയിൽ നിന്നും ആശ്വസിപ്പിക്കുവാൻ, മരണത്തിൻ്റെ വേദനയിൽ നിന്നും വെപ്രാളത്തിൽ നിന്നും ഒരല്പം മന്ത്രിച്ച് തരുവാൻ ആരുണ്ട്? വല്ലാതെ വേദന ഉണ്ടാകുമ്പോൾ ആശുപത്രി പോയിട്ട് നമ്മൾ ഇഞ്ചക്ഷൻ വെക്കും, നമുക്കതിനാവശ്യമായിട്ടുള്ള മെഡിസിനുകൾ നമ്മളെടുക്കും, ഒരാശ്വാസം നമുക്ക് ലഭിക്കും, പെയിൻ കില്ലർ കിട്ടും. എന്നാൽ പ്രിയമുള്ളവരെ, മരണത്തിൻ്റെ വേദനയിൽ നിന്ന് നമുക്ക് ആശ്വാസം നൽകാൻ ഏത് പെയിൻ കില്ലറുകൾക്കാണാവുക? ഏത് കൈകൾക്കാണാവുക? ആർക്കാണാവുക? വക്കീല മൻ റാഖ്, ആരുണ്ട് ഒന്ന് മന്ത്രിച്ച് തരുവാൻ? വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കും, നമ്മൾ മരണപ്പെട്ടു പോകാനുള്ള സമയമായിട്ടുണ്ട്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി എന്ന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ ഉമ്മാൻ്റെ മയ്യത്തിൻ്റെ കഫംപുടവ മാറ്റി അതിലേക്ക് ചുംബനങ്ങൾ നൽകിയവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവും. നമ്മുടെ ഉപ്പാൻ്റെ മയ്യത്ത് കഫംപുടവ മാറ്റി ഉപ്പാൻ്റെ നെറ്റിയിലേക്ക് ചുംബനങ്ങൾ നൽകിയവർ നമ്മളെ കൂട്ടത്തിലുണ്ടാവും. എന്നാൽ ഖുർആൻ പറയണത് എൻ്റെ ഉമ്മ മരിച്ചത് നോക്ക്, എൻ്റെ ഉപ്പ മരിച്ചത് നോക്ക്, എൻ്റെ വല്യമ്മ മരിച്ചത് നോക്ക്, ഇതൊന്നുമല്ല ഖുർആൻ്റെ ഭാഷ. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ മരണപ്പെടാനുള്ള സമയമായി. ഞാനറിയും ഞാൻ മരണപ്പെട്ടു പോകാനുള്ള സമയമായി. എൻ്റെ ചുറ്റും കൂടി നിൽക്കുന്നവരെ വിട്ടേച്ചുകൊണ്ട് ഈ ദുനിയാവിൽ നിന്ന് ഞാൻ യാത്ര തിരിക്കാനായി എന്ന് ഞാൻ അറിയുന്ന സമയമുണ്ട് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. വളന്ന അന്നഹുൽ ഫിറാഖ്, അവനറിയും അവൻ്റെ വേർപാടിനുള്ള സമയമായി. പ്രിയമുള്ളവരെ, ആ വേർപാടാണ് നമ്മൾ ആലോചിക്കേണ്ടത്. നമ്മൾ ആലോചിച്ച് മലക്കുകളെ കാണുന്ന നേരാണത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മലക്കുകളെ കാണും. മരിക്കാൻ കിടക്കുന്ന ആൾ, അയാളിങ്ങനെ മരണത്തിൻ്റെ വെപ്രാളത്തിലാണ്. ചുറ്റും കൂടി നിൽക്കുന്നവർ ചോദിക്കേണ്ടത്, എന്താണ് ഉപ്പാക്ക്, എന്താണ് എൻ്റെ മോന്, എന്താണ് എനിക്ക് എന്ന് ചോദിക്കേണ്ടത്. പക്ഷേ അയാൾ കേൾക്കുന്നത് അതല്ല, അയാൾ കാണുന്നത് അവരെയല്ല. അയാൾ അനുഭവിക്കുന്നത് അവരുടെ തലോടലുകളോ അവരുടെ സ്പർശനങ്ങളല്ല. അയാൾ കാണുന്നത് മലക്കുകളെയാണ്. അയാൾ കേൾക്കുന്നത് മലക്കുകളുടെ ശബ്ദമാണ്. അയാൾ അനുഭവിക്കുന്നത് മലക്കുകളുടെ ഗന്ധമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 2 രൂപത്തിലുള്ള മരണമുണ്ടാകും. ഒന്നാമത്തത്, മലക്ക് ഇറങ്ങി വരും. ചില മലക്കുകൾ ഇറങ്ങി വരും. ആ മലക്കുകളുടെ പ്രത്യേകത കഅന്ന വുജൂഹഹും ശംസ്, അവരുടെ മുഖം സൂര്യനെപ്പോലെ പ്രകാശിച്ചിരിക്കും. മഅഹും കഫനും മിൻ അക്ഫാനിൽ ജന്ന, സ്വർഗത്തിലെ കഫംപുടവയുമായിട്ട് അവർ ഇറങ്ങി വരും. വഹനൂത്തും മിൻ ഹനൂത്തിൽ ജന്ന, അവരുടെ കൈകളിൽ സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധങ്ങളുണ്ടാവും. സ്വർഗത്തിൽ നിന്നുള്ള കഫംപുടവയുമായി, സ്വർഗത്തിൽ നിന്നുള്ള സുഗന്ധവുമായിട്ട്, വെളുത്ത മുഖവുമായിട്ട് ചില മലക്കുകൾ ഇറങ്ങി വരും. അവരിങ്ങനെ ഇറങ്ങി വന്ന് അവൻ്റെ തലക്കരികിലിരിക്കും. അതിനുശേഷം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് ഇറങ്ങി വന്ന് അവനോട് പറയുന്നതാണ്, ഉഖ്റുജി ഇലാ മഗ്ഫിറത്തിൻ മിനല്ലാഹി വറിദ്വാൻ, അള്ളാൻ്റെ പാപമോചനത്തിലേക്കും അള്ളാൻ്റെ തൃപ്തിയിലേക്കും പുറത്തേക്ക് വാ. ഒരു കൂജയിൽ നിന്നും വെള്ളം പുറത്തേക്ക് ഒഴിച്ചാൽ അത് എത്ര ലളിതമായിട്ട് പുറത്തേക്ക് വരും, അതുപോലെ അവൻ്റെ ആത്മാവ് പുറത്തേക്ക് ഇറങ്ങി വരും. ആ ആത്മാവിനെ കയ്യിലേക്കെടുത്താൽ ആകാശലോകങ്ങളിലേക്ക് കയറിപ്പോകും. ഓരോ ആകാശത്തെത്തുമ്പോഴും മലക്കുകൾ ചോദിക്കും, മാ ഹാദർ റൂഹു ത്വയ്യിബ്, ഇത്രയും ശുദ്ധമായ, ഇത്രയും സുഗന്ധപൂർണമായ ഈ ആത്മാവ് ആരുടേതാണ്? ഇന്നയാളുടെ ആത്മാവാണ്. മലക്കുകൾ പറയും. 7-ാം ആകാശത്തെത്തി അവനെ ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്ന് ഖബറിലേക്ക് വെച്ച് അവനോട് ചോദിക്കും, നിൻ്റെ റബ്ബാര്, നിൻ്റെ ദീനായത്, നിൻ്റെ പ്രവാചകനേത്? അവൻ ഉത്തരം പറയും. ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അവൻ സത്യം പറഞ്ഞു, അതുകൊണ്ട് സ്വർഗത്തിൽ വിരി അവന് നൽകി, സ്വർഗത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്ക്, സ്വർഗത്തിലെ വസ്ത്രങ്ങൾ അവന് ധരിപ്പിച്ചു കൊടുക്ക്. അതെല്ലാം ചെയ്യുമ്പോൾ ഒരാൾ ഖബറിലേക്ക് വരും. ഇവൻ ചോദിക്കും, നീ ആരാണ്? ആ വന്ന മനുഷ്യൻ നല്ല വസ്ത്രം ധരിച്ച്, നല്ല സുഗന്ധമുള്ള, നല്ല രൂപത്തിലുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഇയാൾ പറയും, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ച് ചെയ്ത സൽക്കർമ്മങ്ങളുണ്ടല്ലോ, നിൻ്റെ തിരക്കുകൾക്കിടയിലും നീ നിസ്കരിച്ച നിസ്കാരങ്ങൾ, സുദീർഘമായി നീ ഓതിത്തീർത്ത ഖുർആൻ പാരായണങ്ങൾ, ഭൗതികമായ തിരക്കുകൾക്കിടയിലും ഇത്തരം സദസ്സുകളിലേക്ക് നീ വരാൻ കാണിച്ച നിൻ്റെ നന്മയുടെ മനസ്സുണ്ടല്ലോ, അന അമലുക സ്വാലിഹ്, ഞാൻ നിൻ്റെ സൽക്കർമ്മങ്ങളാണ്. ഈ ഖബറിലെ വ്യക്തി പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുവേ അന്ത്യനാളൊന്ന് പെട്ടെന്നാകണേ, കാരണം സ്വർഗ്ഗമാണ് അയാൾക്ക് വരാനുള്ളത്. പ്രിയമുള്ളവരെ, ഇത് 1-ാമത്തെ മരണമാണ്. എന്നാൽ 2-ാമതൊരു മരണം റസൂലുള്ളാഹി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകൻ പറഞ്ഞു, ചില ആളുകൾ മരിക്കാൻ നേരത്ത് ആകാശത്ത് നിന്ന് ചില മലക്കുകൾ ഇറങ്ങി വരും. സൂദുൽ വുജൂഹ്, അവരുടെ മുഖങ്ങൾ കറുത്തതായിരിക്കും. മഅഹുമുൽ മസ്സൂഹ്, അവരുടെ കൈകളിൽ പരിക്കൻ കഫംപുടയുണ്ടാവും. അതിനുശേഷം മലക്കുൽ മൗത്ത് ഇറങ്ങി വരും. മലക്കുൽ മൗത്ത് അവനോട് പറയും, ഉഖ്റുജി ഇലാ സഖത്തിൻ മിനല്ലാഹി വഗളബിൻ, അള്ളാൻ്റെ കോപാണ് നിനക്ക് അള്ളാഹുവിൻ്റെ ദേഷ്യമാണ്, പുറത്തേക്ക് വാ. ആ റൂഹ് ശരീരത്തിൽ കിടന്നിങ്ങനെ പെടയാൻ തുടങ്ങും. റസൂലുള്ളാഹി പറയാണ്, നനഞ്ഞ പഞ്ഞിക്കെട്ടിൻ്റെ ഉള്ളിൽ കൊളുത്തുകളുള്ള ഒരു വടിയുണ്ടെങ്കിൽ അതിങ്ങനെ പറിച്ചെടുക്കുമ്പോൾ എന്തേക്കൊരു അവസ്ഥ, അങ്ങനെ വലിച്ചെടുക്കുമ്പോൾ പഞ്ഞികൾ ചിന്നിച്ചിതറും,
കുറച്ച് അവിടെ ഇവിടെ കൊളുത്തും, കുറച്ച് പൊട്ടിപ്പോവും. ഇതുപോലെ ആ ആത്മാവിനെ ശരീരത്തിൽ നിന്ന് പുറത്തേക്കെടുക്കും. പുറത്തേക്കെടുത്ത് ആകാശത്തിലേക്ക് കയറും. ഫലാ തുഫത്തഹു ലഹും അബ്വാബുസ്സമാ, ആകാശത്തിൻ്റെ കവാടങ്ങൾ അവർക്ക് വേണ്ടി തുറക്കപ്പെടുകയില്ല. ആകാശത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെടും. ആ ആത്മാവിനെ ഖബറിലേക്ക് തിരിച്ചേക്കും. ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കാതെ ഖബറിൽ കിടന്ന ആത്മാവ് വെപ്രാളപ്പെടുന്ന സമയത്ത്, ആ ശരീരം പ്രയാസപ്പെടുന്ന സമയത്ത് ആകാശത്ത് നിന്ന് വിളിച്ചു പറയും, അവൻ കളവ് പറഞ്ഞിരിക്കുന്നു, അതുകൊണ്ട് തന്നെ അവന് നരകത്തിലെ വിധി നിങ്ങൾ നൽകൂ, നരകത്തിൽ നിന്നുള്ള വാതിൽ തുറന്നു കൊടുക്കൂ. ആ സമയത്ത് ഖബറിലേക്ക് ഒരാൾ വരും. ഒരു മോശപ്പെട്ട വസ്ത്രം ധരിച്ച, മോശപ്പെട്ട മുഖമുള്ള ഒരു മനുഷ്യൻ. അപ്പോൾ ഖബറാൾ ചോദിക്കും, നീ ആരാണ്? നിന്നെ കണ്ടാൽ തന്നെ പേടിയാവുണ്ടല്ലോ. അപ്പോൾ ഈ വന്ന മനുഷ്യൻ പറയും, അന അമലുക ലഖബീസ്, ഞാൻ നിൻ്റെ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. നീ ദുനിയാവിൽ വെച്ചുകൊണ്ട് ചെയ്ത മോശപ്പെട്ട ഹറാമുകളില്ലേ, മോശപ്പെട്ട പ്രവർത്തനങ്ങളില്ലേ, അന അമലുക ലഖബീസ്, ഞാൻ ആ മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്. ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുന്നതാണ്, അല്ലാഹുവേ അന്ത്യനാൾ ഒരിക്കലും സംഭവിക്കരുതേ, കാരണം അയാൾക്കിനി വരാനുള്ള നരകമാണ് എന്ന് അയാൾക്കറിയും. പ്രിയമുള്ളവരെ, ഇതിലേത് മരണം വേണം തീരുമാനിക്കാൻ ഇപ്പം നമുക്ക് അവസരമുണ്ട്. മരണത്തെ പുൽകിയിട്ടില്ലാത്ത, ബുദ്ധിയുള്ള, ചിന്താശേഷി നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ഇപ്പം നമുക്ക് ഇതിലേത് മരണം വേണം നമുക്ക് ചിന്തിക്കാൻ ഇപ്പം സമയമുണ്ട്. ഒറ്റക്കുള്ള ഒരു ജീവിതത്തിലേക്കാണ് നമ്മൾ എടുത്തെറിയപ്പെടാൻ പോണത്. അതിന് കുറേ സമയമൊന്നും ആവശ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗ്ഗം നരകം എന്ന് പറഞ്ഞാൽ ചെരുപ്പിൻ്റെ വാറിനേക്കാൾ അടുത്താണെന്നാണ്. അത്രയുള്ള മരണം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഈ ഹൈവേ വന്നിട്ട് തന്നെ എത്ര മരണങ്ങൾ നമ്മൾ കേട്ടു. നമ്മൾ പലരുടെ മുമ്പിൽ എത്ര ആൾക്കാർ മരിച്ചു. പ്രിയമുള്ളവർ, അത്രയും അടുത്താണ്. ഇപ്പം നമുക്ക് ചിന്തിക്കാൻ അവസരമുണ്ട്. ഒറ്റക്കുള്ള ജീവിതത്തിലേക്ക് യാത്ര തിരിക്കും മുമ്പ് അവിടെ നന്മകളുമായി, അതല്ല തിന്മകളുമായി ഏത് രൂപത്തിൽ ഞാൻ യാത്ര തിരിക്കണം, ഇപ്പം നമുക്ക് ചിന്തിക്കാനുള്ള അവസരങ്ങളുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്, നമുക്കറിയുന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. 5000-ലധികം ഹദീസുകൾ റസൂലുള്ളാഹിയിൽ നിന്നും കാണാതെ പഠിച്ച് നമുക്ക് പറഞ്ഞു തന്ന സ്വഹാബിയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ പകൽ മുഴുവൻ പ്രവാചകൻ്റെ കൂടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ റസൂലുള്ളാഹിയുടെ കൂടെയാണ്. ചില സമയത്തൊക്കെ ബോധം കെട്ടുപോഴും. അപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ കൂടി വന്നിട്ട്, എന്താണ് അപസ്മാരാണോ, എന്താ പ്രശ്നം? അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയും, നിങ്ങൾ വിചാരിക്കണ പോലെ അപസ്മാരമൊന്നുമല്ല, എൻ്റെ പ്രവാചകൻ്റെ കൂടെ രാവിലെയും വൈകുന്നേരവും ഞാൻ നടക്കുകയാണ്, പട്ടിണിയല്ലാതെ എന്നെ ബോധം കെടുത്തിയിട്ടില്ല. അദ്ദേഹം ബോധം കെട്ടുപോഴ പട്ടിണി കാരണം. രാത്രിയിൽ കുറച്ച് ഭാഗം കിടന്നുറങ്ങും, ബാക്കി ഭാഗം എഴുന്നേറ്റിരുന്ന് ഹദീസുകൾ പഠിക്കും, ബാക്കി ഭാഗം അദ്ദേഹം നിസ്കരിക്കും. അങ്ങനെ രാത്രിയെ 3 ആക്കി തരംതിരിക്കും. ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു സ്വഹാബി വര്യൻ, അദ്ദേഹം വഫാത്താകാൻ നേരത്തെ ഇങ്ങനെ കരയാണ്. സ്വഹാബാക്കളിക്കാണ്, എന്തിനാ പൂർണ്ണ കരയണത്? പേടിയ, മരണത്തിനെ പേടിച്ച് കരയുക. അദ്ദേഹം പറയാണ്, അല്ല സ്വഹാബ, അസ്സഫറു തൊവീൽ, എനിക്കിനി ധാരാളമായ ഒരു വിശാലമായ നീണ്ടു നിവർന്ന് കിടക്കുന്ന യാത്രയാണ് എനിക്കുള്ളത്. ഒരു വിദൂരമായ യാത്രക്കാണ് ഞാൻ പോകുന്നത്. എനിക്കിനി ഖബറുണ്ട്, അതിലപ്പുറം എൻ്റെ ഏടുകൾ നൽകപ്പെടാനുണ്ട്, സിറാത്തുണ്ട്, റബ്ബിൻ്റെ മുന്നിലുള്ള നൃത്തമുണ്ട്. ഒരു വിശാലമായ യാത്രക്ക് ഞാൻ പോവുകയാണ്. വസ്സാദു ഖലീൽ, എന്നാൽ എൻ്റെ കൈകളിൽ പാദേയങ്ങൾ കുറവാണ്, എൻ്റെ കൈകളിൽ നന്മകൾ കുറവാണ്. ഇസ്ലാമിന് വേണ്ടി ജീവിതം മുഴുവൻ മാറ്റിവെച്ച ഒരു സ്വഹാബി വര്യൻ്റെ അവസാന വാക്കുകളാണ്, വിശാലമായ യാത്രക്ക് ഞാൻ ഒരുങ്ങുകയാണ്, നന്മകൾ കുറവാണ്. പ്രിയമുള്ളവരെ, നമ്മളെങ്ങനെ രക്ഷപ്പെടും? എത്ര ഗൗരവത്തിൽ നമ്മൾ ആലോചിക്കണം. നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമ്മൾക്ക് നിൽക്കുന്നത് സ്വർഗ്ഗത്തിൻ്റെ അടുത്തല്ലേ? നമുക്ക് തൗഹീദില്ലേ? തൗഹീദിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ എന്താ? അയാൾ മരിച്ചാൽ സ്വർഗ്ഗത്തിലെന്ന് ഉറപ്പാണ്. തൗഹീദുള്ളവർ മരണപ്പെട്ടാൽ സ്വർഗ്ഗം ഉറപ്പാണ്. അല്ലാത്തവരും നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കണില്ലല്ലോ. ഇവിടെ ആൾക്കാരൊക്കെ ഈ ഉമർക്കാളുടെ ഖബറിൻ്റെ അടുത്ത് പോയി സുജൂദ് ചെയ്യുമ്പോൾ, പുത്തമ്പള്ളിയിൽ പോയി നേർച്ച ചെയ്യുമ്പോൾ, ഈ മണത്തല പോയിട്ട് ആൾക്കാർ ഓരോന്ന് ഷിർക്കിൻ്റെ പ്രവർത്തനം കാട്ടിക്കൂട്ടും. പ്രിയമുള്ളവരെ, നമ്മൾ അള്ളാഹിനെ മാത്രമല്ലേ വിളിച്ച് പ്രാർത്ഥിക്കണുള്ളൂ. ഒരു ഏലസി നമ്മളെ കൈമല്ലല്ലോ, ഒരു ചരടിലല്ലോ, അല്ലാത്തവരെ മുമ്പിൽ നമ്മൾ കൈകൾ ഉയർത്തണില്ലല്ലോ. നമ്മൾ സ്വർഗ്ഗത്തിൻ്റെ എത്ര അടുത്ത് ആലോചിച്ചു നിങ്ങൾ. എന്നാൽ നമ്മുടെ ചില പ്രവർത്തനങ്ങൾ കാരണം ഈ സ്വർഗ്ഗം നഷ്ടപ്പെട്ടു പോകും. നമ്മളെ ചില ചെറിയ പ്രവർത്തനങ്ങൾ, ചെറിയ അശ്രദ്ധ കാരണം ഈ സ്വർഗ്ഗം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. ഇവിടെ സ്ത്രീകളാണ് ധാരാളം ഉള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തിലേക്ക് സൂചിപ്പിക്കാൻ ഒരു കാര്യം, പ്രിയമുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളുടെ നാവുകൾ നിങ്ങൾ സൂക്ഷിക്കണം. നമ്മുടെ സ്വർഗ്ഗം നഷ്ടപ്പെടുത്തി കളയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് നാവ് എന്നുള്ളത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാൻ എപ്പോഴും പറയലുണ്ട്, നമ്മൾ ഈ രാവിലെ ഈ സൗണ്ട് റെക്കോർഡർ ഫോണിലാണ്ട് ഓണാക്കിയിട്ട് നമ്മൾ പറഞ്ഞത് ഫുള്ളാണ്ട് റെക്കോർഡ് ചെയ്തിട്ട് രാത്രി ഇതിങ്ങനെ കേൾക്കുമ്പോൾ എന്തെങ്കിലും അവസ്ഥ. ഇതുപോലെ നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും രേഖപ്പെടുത്തപ്പെട്ട് നാളെ പരലോകത്ത് അള്ളാഹു നമ്മുടെ ഓരോ വാക്കുകളും നമ്മൾക്ക് കേൾപ്പിച്ച് തരുമെന്ന് പറയുമ്പോൾ എന്തായിരിക്കും ആ ലോകം എന്ന് പറഞ്ഞാൽ?
അള്ളാഹു സുബ്ഹാനഹു വ തആല ഓരോ പ്രവർത്തനങ്ങളും നമുക്ക് കാണിച്ചു തരുമെന്ന് പറയുമ്പോൾ, ഓരോ വാക്കുകളും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട് എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവർ, എന്തായിരിക്കും ആ ലോകം? അള്ളാഹ്ക്ക് എളുപ്പല്ലേ? വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ് ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിശ് ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു ലഫ്ള് പോലും, ഒരക്ഷരം പോലും റഖീബ് അതീദ്, രണ്ട് മലക്കുകൾ, മാന്യന്മാരായ നിരീക്ഷകന്മാർ രേഖപ്പെടുത്താതെ നമ്മൾ മൊഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മുടെ ഓരോ വാക്കും രേഖപ്പെടുത്തപ്പെടുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്തേക്ക് ഒരു സ്വഹാബാക്കൾ വന്നുകൊണ്ട് പറയാം, റസൂലേ, ഒരു സ്ത്രീ ഉണ്ട്, അവളെ പ്രത്യേകം എന്താ വെച്ചാൽ നല്ലോണം രാത്രി നിസ്കരിക്കും, നല്ലോണം കേൾക്കണം, നല്ലോണം രാത്രി നിസ്കരിക്കും, പകലിൽ ധാരാളം നോമ്പെടുക്കും, ധാരാളം സ്വതക്ക നൽകും. ഈ 3 പ്രവർത്തനങ്ങൾ മതി ഒരാൾക്ക് സ്വർഗ്ഗത്ത് പോകാൻ. രാത്രി നിസ്കരിക്കുന്നവരെ കുറിച്ച് അള്ളാഹ് പറഞ്ഞാൽ എന്താ? അള്ളാഹ് അവരെ പ്രശംസിച്ച് പറഞ്ഞാണ്. സൂറത്തുൽ ഫുർഖാനിൽ നമുക്ക് കാണാം. അതുപോലെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, അവർക്ക് സ്വർഗ്ഗത്തിൽ മണിമാളികകളുണ്ട്. രാത്രി നിസ്കരിക്കുന്നവർക്കുള്ള ഫളിലാണത്. നോമ്പെടുക്കുന്നവളാണ് അവൾ. റസൂലുള്ളാഹി പറഞ്ഞത്, അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരാൾ ഒരു സുന്നത്ത് നോമ്പെടുത്താൽ 70 വർഷത്തെ വൈദൂരം നരകത്തിന് രക്ഷപ്പെട്ടു എന്നാണ്. അപ്പോൾ ഒരുപാട് സുന്നത്ത് നോമ്പുകളും 30 ഫർള് നോമ്പുകളും എടുക്കുന്ന ആളുടെ അവസ്ഥ എന്തേക്കണം? ആത്മാർത്ഥമായി അള്ളാഹിൻ്റെ മാർഗ്ഗത്തിൽ ഒരു സ്വതക്ക നൽകിയാൽ, ഒറ്റ സ്വതക്ക നൽകിയാൽ അത് മതി സ്വർഗ്ഗത്തിൽ പോകാനെന്ന് ഹദീസിൽ കാണാം. ഇതെല്ലാം ധാരാളമായി ചെയ്യുന്നവളാണ് അവൾ. എന്നിട്ട് സ്വഹാബത്ത് പറഞ്ഞു, റസൂലേ, അവൾക്കൊരു പ്രശ്നമുണ്ട്. തൻ്റെ നാവ് കൊണ്ട് അയൽവാസികളെ അവൾ ഉപദ്രവിച്ചുകൊണ്ടിരിക്കും. ഇത് കേട്ട ഉടനെ റസൂലുള്ളാഹി പറഞ്ഞു, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. സ്വഹാബ, നിങ്ങൾ പറഞ്ഞ കുറേ നന്മകളില്ലേ, നമസ്കാരം, നോമ്പ്, സ്വതക്ക, ഒരുപാട് നന്മകൾ, ലാ ഖൈറ ഫീഹ, അവളിൽ ഒരു നന്മയുമില്ല. ഹിയ മിൻ അഹ്ലിന്നാർ, അവൾ നരകാവകാശികളിൽപ്പെട്ടവളാണ്. അപ്പോൾ ചെയ്തു പോയ നന്മകളൊക്കെ എവിടെ? അതൊക്കെ എങ്ങോട്ടേ പോയി? അതെല്ലാം പൊളിഞ്ഞു പോയി. നാവ് കൊണ്ട് ഗീബത്ത് പറഞ്ഞും പരദൂഷണം പറഞ്ഞും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ചെയ്ത് കൂട്ടിയ അമലുകളെല്ലാം പൊളിച്ചു കളഞ്ഞു. നമ്മൾ ആലോചിച്ച് നോക്ക്, പരലോകത്തൊരു രംഗം പറയുമ്പോൾ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആരാണ് പാപ്പര്? ആ ഹദീസ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറഞ്ഞ റസൂലുള്ളാഹി പറഞ്ഞ പാപ്പര് ആരാന്ന് പറഞ്ഞു കൊടുക്കാൻ റസൂലുള്ളാഹി. അപ്പോൾ സ്വഹാബത്ത് പറയാം, റസൂലേ, പാപ്പര് പറഞ്ഞാൽ കയ്യിൽ പൈസ അല്ല, അല്ലെങ്കിൽ ഭക്ഷണം ഇല്ലാത്തവരെ പാപ്പര്. അപ്പോൾ റസൂലുള്ളാഹി പറയാം, അല്ലട്ടോ, എൻ്റെ ഉമ്മത്തിലെ പാപ്പര് എന്ന് പറഞ്ഞാൽ നിസ്കാരമുണ്ട്, നോമ്പുണ്ട്, സക്കാത്തുണ്ട്, ഇതുകൊണ്ട് പരലോകത്ത് വന്നവരാണ്. എന്നാൽ അവർ അതുകൊണ്ട് വന്നു, പക്ഷേ അവർ കൂടെ വേറെ ചില ആൾക്കാർ വന്നു. എന്നാൽ അവർ പറഞ്ഞു, അല്ലാ, ഇവർ ഞങ്ങളെ അനർഹമായി പ്രഹരിച്ചിട്ടുണ്ട്, രക്തം ചിന്തിയിട്ടുണ്ട്, എന്നെക്കുറിച്ച് അവൻ മോശപ്പെട്ട് സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈവൻ്റെ നന്മകളെല്ലാം അവനെടുത്ത് കൊടുക്കുന്നതാണ്. ഈ ഹദീസ് നിങ്ങളൊന്ന് നിങ്ങൾ ചിന്തിച്ചോക്കാൻ തസവൂർ ചെയ്ത് നോക്ക്. നമ്മൾ പരലോകത്ത് ഇങ്ങനെ എത്തിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, വലത്തെ ഭാഗത്തേക്ക് നോക്കിയാൽ നന്മകൾ മാത്രം, ഇടത്തെ ഭാഗത്തേക്ക് നോക്കിയാലും പ്രവർത്തനങ്ങൾ മാത്രം, മുന്നിലേക്ക് നോക്കിയാൽ നരകം. ഇത് കാണുന്നൊരു ലോകമാണ് മഹ്ശർ. ഇതിങ്ങനെ കണ്ട് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴാണ് അള്ളാഹു വിചാരണയ്ക്ക് വേണ്ടി വരുന്നത്. അള്ളാഹ് വിചാരണയ്ക്ക് വേണ്ടി നമ്മളിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ നിസ്കാരങ്ങളുണ്ട്, നമ്മളെ നോമ്പുണ്ട്, മുന്നിൽ നോക്കിയ നരകമാണ്, പ്രശ്നമില്ല, കാരണം നന്മകൾ ധാരാളമുണ്ട്. നമ്മൾ പ്രതീക്ഷയിൽ പരലോകത്തേക്ക് നിൽക്കുമ്പോൾ ചില ആൾക്കാർ വന്ന് പറയാണ്, അള്ളാഹ് ഇല്ല, ഇവൻ ഇന്നെ ചെയ്തിട്ടുണ്ട്, ഇവൻ ഇന്നെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ഇവൾ ഇന്നെക്കുറിച്ച് ഇന്നത് പറഞ്ഞിട്ടുണ്ട്. നമ്മളെ നന്മകളൊക്കെ അവർക്ക് എടുത്തു കൊടുത്ത് അവസാനിച്ച് നരകത്തിലേക്ക് പോയിക്കോ എന്ന് പറയുമ്പോൾ, പ്രിയമുള്ളവർ, എന്തായിരിക്കും ആ അവസ്ഥ? നമ്മൾ ക്ഷീണിച്ച് പണിയെടുത്ത് അധ്വാനിച്ചതെല്ലാം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ എത്ര വലിയ നഷ്ടക്കാരാണ് നമ്മളെന്ന് ആലോചിച്ച് നോക്കൂ. അതുകൊണ്ട് നാവിനെ സൂക്ഷിക്കുക. അല്ലെ, റമളാനായി കഴിഞ്ഞാലും സ്ത്രീകളിങ്ങനെ കൂടിയിരിക്കും, ഇങ്ങനെ പറയും, പിന്നെ ഓളെക്കുറിച്ച് പറയാൻ തുടങ്ങിയാൽ പിന്നെ ഓളെക്കുറിച്ച് എനിക്കറിയില്ലല്ലോ. പുരുഷന്മാരിലും ഉണ്ട്. ഞാൻ പറഞ്ഞ പ്രിയമുള്ളവർ, ആ രൂപത്തിലുള്ള സംസാരങ്ങൾ നമ്മുടെ അമലുകളെല്ലാം ബാത്തിലാക്കളയും. അതുകൊണ്ട് നാവിനെ ശ്രദ്ധിക്കുക, സ്വർഗം നഷ്ടപ്പെടും. രണ്ടാമത്തെ ഒന്ന് വസ്ത്രധാരണമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, 2 വിഭാഗം ആൾക്കാർ, ഞാൻ അവരെ കണ്ടിട്ടില്ല, അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല എന്ന് മാത്രമല്ല, സ്വർഗത്തിൻ്റെ പരിമളം പോലും അവർക്ക് കിട്ടൂല. സ്വർഗത്തിൻ്റെ പരിമളം എന്ന് പറഞ്ഞാൽ 500 വർഷം വൈദൂരത്തേക്ക് അടിച്ചു വീഴ്ചും, അതുപോലും അവർക്ക് കിട്ടൂല എന്ന് പറഞ്ഞാൽ എത്ര ഭീകരമെന്ന് ആലോചിച്ച് നോക്ക്. അതാരാണ്? റസൂലുള്ളാഹി പറഞ്ഞത്, അതിലൊരു വിഭാഗം സ്ത്രീകളാണ്. കാസിയാത്തുൻ ആരിയാത്തുൻ, സ്ത്രീകൾ ധരിച്ചവരാണ്, നഗ്നകളാണ്. വസ്ത്രം ധരിച്ചിട്ടുണ്ട്, എന്നാൽ അവർ നഗ്നകളാണ്. അപ്പോൾ എന്താ പ്രശ്നം? ധരിക്കേണ്ട പോലെ ധരിച്ചിട്ടില്ല. വസ്ത്രമൊക്കെ ഇട്ടിട്ടുണ്ട്, ധരിക്കേണ്ട പോലെ ധരിച്ചു. 3 കാര്യങ്ങൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന സ്ത്രീകളോട് നിങ്ങൾ നീച്ച് നിന്നിട്ട് ഈ 3 കാര്യങ്ങൾ നിങ്ങളുടെ വസ്ത്രത്തിലുണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞാൽ, ഇതെല്ലാം ഉസ്താദേ എൻ്റെ വസ്ത്രത്തിലുണ്ട് എന്ന് പറയാൻ എത്ര ആൾക്കാർക്ക് സാധിക്കും? അതിൽ ഒന്നാമത്തെ എന്താണ്? നിങ്ങൾ
ഒന്നാമത്തത് ഔറത്ത് മുഴുവൻ മറിഞ്ഞിരിക്കണം. ഷാളൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ കുറച്ചും കൂടി മുന്നിൽ ഇങ്ങനെ കാണാണ്ട്. കൈയൊക്കെ മറിച്ചിട്ടുണ്ട്, മുക്കാ കയ്യാ, ഫുള്ളല്ല. പർദ്ദൊക്കെ ഇട്ടിട്ടുണ്ട്, എന്നാൽ ഞെരിയാൻ്റെ മുകൾക്കാ, ഞെരിയാൻ്റെ അടിക്കില്ല. പുരുഷന്മാർക്ക് ഞെരിയാണിക്ക് മുകളിലും സ്ത്രീകൾക്ക് ഞെരിക്ക് താഴെയാണ്. ഇന്നിപ്പോൾ അത് മാറി. ഇന്ന് ഫാഷൻ സ്ത്രീകളൊക്കെ ഞെരിയാൻ്റെ മുകളിൽ, ഈമാനെ കയറി ഞെരിയാൻ്റെ മുകളിൽ എല്ലാവരും വസ്ത്രം, പുരുഷന്മാരുടെ വസ്ത്രം ഞെരിയാൻ്റെ താഴെ. രണ്ടാമത്തത് ശരീരത്തിൻ്റെ ആകാരം വെളിപ്പെടുന്ന വസ്ത്രമാവാൻ പാടില്ല. ഒരു പർദ്ദ ഇട്ടാൽ ആ കയ്യതാണ്, കാലിതാണ്, അങ്ങനെ തുടയോട് ചേർന്ന് ഒട്ടി നിൽക്കുന്ന അങ്ങനത്തെ വസ്ത്രം ധരിക്കാൻ പാടില്ല. മൂന്നാമത്തത് ശരീരത്തിൻ്റെ മേനി കാണുന്ന വസ്ത്രമാകാൻ പാടില്ല. ഒരു പർദ്ദ കൊടുന്നാൽ പിന്നെ അങ്ങ് ടൈറ്റാക്കി ധരിക്കാതിരുന്നാൽ എത്രത്തോളം നല്ല രീതിയിൽ കാണുമോ അതുപോലെ ധരിച്ചാലും കാണുന്നൊരവസ്ഥ. ഒരു പർദ്ദ കൊടുന്ന് പിന്നെ അതിന് ഒന്നും ചെയ്യാനില്ല, അത് ആ രൂപത്തിലാണ് അടിച്ചുണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ഈ 3 കാര്യങ്ങളില്ലാതെ നമ്മളിൽ എത്ര നമ്മുടെ ഭാര്യമാർ, അതുപോലെ തന്നെ നമ്മുടെ മക്കൾ, നമ്മുടെ സഹോദരിമാർ എത്ര ആൾക്കാർ വസ്ത്രം ധരിച്ചിട്ടുണ്ടാവും? ഈ വസ്ത്രധാരണ അവർക്കില്ല എങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് അവർക്ക് സ്വർഗ്ഗം ലഭിക്കില്ല എന്നാണ്. മൂന്നാമതായിക്കൊണ്ട് സ്ത്രീകളോട് എനിക്ക് പറയാനുള്ളത് ഭർത്താക്കന്മാരുടെ കാര്യം വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണേ എന്നുള്ളതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് 4 കാര്യങ്ങൾ: നിസ്കാരം, നോമ്പ്, ഗുഹ്യാവയവം സൂക്ഷിക്കുക. 4ാമത് പറഞ്ഞത് ഭർത്താവിൻ്റെ തൃപ്തി നേടിയെടുക്കുക. ഈ 4ഉം ഒരു സ്ത്രീക്കുണ്ട് എങ്കിൽ അവൾക്ക് സ്വർഗ്ഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കും. ചെറിയ കാര്യമാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ അത് നേടിയെടുക്കാൻ സാധിച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, അയ്യുമമ്രഅത്തിൻ മാതത്, ഏതൊരു സ്ത്രീ മരണപ്പെട്ടു പോയോ, വസൗജുഹാ റാളിൻ അൻഹ, അവളെ തൊട്ട് അവളുടെ ഭർത്താവ് തൃപ്തയാണെങ്കിൽ അവൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വീട്ടിലേക്ക് കയറി വരുമ്പോൾ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നൊരു ഭാര്യ, റസൂലുള്ളാഹി പറഞ്ഞത് നോക്കിയാൽ സന്തോഷിപ്പിക്കുന്നതാണ്. നമ്മൾ പരാതികൾ മാത്രം പറയുന്നവരാണോ? നമ്മൾ ചിന്തിക്കണം. നമ്മൾ ഒരു തമാശക്ക് ഇങ്ങനെ എപ്പോഴും പിന്നെ സാധാരണ പറയലിന് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഒരു സ്ത്രീ പണ്ട് എപ്പോഴും ഇങ്ങനെ പിന്നെ പരാതി പറയുന്നതാണ്, അരിയില്ല കേട്ടോ, അതേപോലെ തന്നെ പഞ്ചസാരയില്ല, ഗോതമ്പില്ല, അതിങ്ങനെ പറയുന്നതാണ്. അപ്പോൾ ഒരിക്കലും ഭർത്താവ് പറഞ്ഞു അത്രേ, എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറയുമോ, എന്തെങ്കിലും ഒന്ന് ഉണ്ടെന്ന് പറയുമോ? അതിൽ വ്യത്യാസം രാവിലെ പോകുമ്പോൾ ഭാര്യ പറഞ്ഞത്രേ, അരി കഴിഞ്ഞിട്ടുണ്ട്, പഞ്ചസാര കഴിഞ്ഞിട്ടുണ്ട്, ഗോതമ്പ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രൂപത്തിൽ പരാതി മാത്രം പറയുന്നവരാകരുതെന്നാണ് നമ്മൾ. ഇതേപോലെ തന്നെ പ്രിയമുള്ളവരെ ഭർത്താക്കന്മാർ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട്, ഇതൊരു വലിയ മേഖലയാണ്, നമ്മൾ സംസാരിക്കാൻ സമയമില്ല, ഞാൻ തൊട്ടുപോകാമെന്ന് മാത്രം. പിന്നെ ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഭർത്താവ് അവരിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം റെസ്പെക്റ്റാണ്, ബഹുമാനം. അതുമാത്രം കൊടുത്താൽ തന്നെ അവർക്ക് തൃപ്തിയാണ്. ഒരു കല്യാണത്തിന് പോയിട്ട് സമയം കിട്ടി, പിന്നെ നിങ്ങളോട് പോരുന്നുണ്ടോ, എത്ര നേരം ഇരിക്കണോ, എനിക്ക് പോയിട്ട് ഇപ്പോൾ കുട്ടി സ്കൂളിൽ വരും, ഇപ്പോൾ അതാണ്. അപ്പോൾ ബെഡ്റൂമിൽ നമ്മൾ പറയും, എനിക്ക് ബെഡ്റൂമിൽ നിന്ന് അങ്ങനെ പറഞ്ഞാൽ പ്രശ്നം ഉണ്ടായില്ല, ആൾക്കാരുടെ എന്നൊക്കെ പറയേണ്ടിയിരുന്നില്ല, അപ്പം ഞാൻ ഒരു കുറവായില്ലേ. അപ്പോൾ റെസ്പെക്റ്റ്, ബഹുമാനം. അതേപോലെ തന്നെ എനിക്ക് തിരിച്ചു പറയാനുള്ളത്, ഭാര്യമാർ അവരാഗ്രഹിക്കുന്നത് ഒരു പരിഗണനയാണ്, അവർക്ക് ലഭിക്കേണ്ട ഒരു കെയറിങ് ആണ്, ഒരു പരിഗണന. അത് ധാരാളം കൊടുത്താൽ അവർ തൃപ്തരാണ്, അവരതിൽ തൃപ്തരാണ്. ഒരു കഥ പറയാറുണ്ട്, ഇതേപോലെ തന്നെ പണ്ട് ഒരു മനുഷ്യൻ എന്ത് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും ഭർത്താവ് എന്ത് ചെയ്യൂല, നല്ലത് പറയില്ല, എന്തെങ്കിലും കുറ്റം കണ്ടെത്തിയിട്ട് അതിന് കുറ്റം പറയുന്നതാണ്. അങ്ങനെ ഒരിക്കലും ഇയാളൊരു പ്രസംഗത്തിനൊക്കെ പോയിട്ട് കുറേ പ്രസംഗമൊക്കെ കേട്ടിട്ട് ഭാര്യമാരെ നല്ലത് പറയണം, പിന്നെ ഭക്ഷണം ഉണ്ടാക്കിയാലും നല്ലത് പറയണം എന്നൊക്കെ കേട്ടപ്പോൾ ഇയാൾ അന്ന് എന്ത് ചെയ്തു, ശരിയാണ്, വീട്ടിൽ ചെന്നിട്ട് അന്ന് നല്ല മീൻകറിയൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഇയാൾ പറഞ്ഞത്രേ, ഇന്ന് അടിപൊളിയായിട്ടുണ്ട്, ഇന്നത്തെ ഭക്ഷണമാണ് ഇതുണ്ടാക്കിയതിൽ നല്ല ഭക്ഷണമൊക്കെ കുറേയാണ് പുകഴ്ത്തി. അതോടുകൂടി വീട്ടിൽ പ്രശ്നം തുടങ്ങി. എന്താ കാരണം? അന്നത്തെ ഭക്ഷണം അപ്പുറത്തെ വീട്ടിൽ ആമിനാത്ത് ഉണ്ടാക്കിയിട്ട് അവിടെ നിന്ന് കുറച്ച് കൊടുത്തയച്ചായിരുന്നു. അതോടുകൂടി എന്ത് ചെയ്തു, പ്രശ്നം തുടങ്ങിയത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് പരിഗണന, അതുപോലെ തന്നെ തിരിച്ച് റെസ്പെക്റ്റ്, ഇത് രണ്ടും കിട്ടണം. ഇതിലൂടെ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ള ഒരു ജീവിതം എത്ര വലുതാണ്. വജഅല ബൈനക്കും മവദ്ദത്തും റഹ്മ, ആ മവദ്ദത്തും റഹ്മത്തും നമുക്ക് കിട്ടുമ്പോഴേ ജീവിതം സന്തോഷമാവുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ചെറിയ ചെറിയ അശ്രദ്ധകൾ കാരണം സ്വർഗ്ഗം നഷ്ടപ്പെട്ടു പോകരുതേ എന്നാണ് ഞാൻ പറഞ്ഞത്. സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതിലും എത്രയോ അപ്പുറമല്ലേ, നമ്മളൊക്കെ ചിന്തകൾക്ക് എത്രയോ അപ്പുറമാണ് സ്വർഗ്ഗം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ്, ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅ്തീമാ ഇല്ലാ ഖീലൻ സലാമൻ സലാമാ, സമാധാനം, ഇതെല്ലാത്തൊന്നും അവിടെ കേൾക്കില്ല എന്നാണ്. അങ്ങനത്തെ ഒരു ലോകമാണ് സ്വർഗ്ഗം എന്ന് പറഞ്ഞാൽ. എന്നാൽ നരകം എന്ന് പറഞ്ഞാലോ, പിന്നെ അവിടെ ഒരിക്കലും പിന്നെ തണുത്തൊരു പാനീയം കൊടുക്കില്ല, അതേപോലെ തന്നെ അവർക്ക് അവിടെ ആസ്വാദം നൽകുന്നൊരു പാനീയം കിട്ടില്ല. യശ്വിൽ വുജൂ, ചില പിന്നെ പാനീയം എടുക്കുമ്പോഴേക്കും മുഖത്തെ തൊലിയെല്ലാം കരിഞ്ഞു പോകും. സറാബീലുഹും മിൻ ഖത്റാൻ, ടാറൊരുക്കിയ വസ്ത്രമാണ് അവിടെ ധരിക്കാൻ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്ര ഭീകരമാണ് നരകം. അതുകൊണ്ട് ചെറിയ ചെറിയ നമ്മൾ അശ്രദ്ധകൾ കാരണം ആ നരകത്തിലേക്ക് എത്തി സ്വർഗ്ഗം നഷ്ടപ്പെടരുതേ എന്നാണ് പറഞ്ഞത്. പ്രിയമുള്ളവരെ, അവസാനിപ്പിക്കുകയാണ്. എനിക്ക് അവസാനമായി പറയാനുള്ളത്, ഈ സ്വർഗ്ഗത്തിലേക്ക് എത്താൻ, ഈ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് ആവശ്യമായ റൂട്ട് മാപ്പ് നമ്മളെ കൈകളിലുണ്ട്. അതിനുള്ള റൂട്ട് മാപ്പ് നമ്മളെ കൈകളിലുണ്ട്. അതൊന്ന് തർത്തീബാക്കിയാൽ മാത്രം പോരെ. പരിശുദ്ധ ഖുർആനാണത്.
ഈ പരിശുദ്ധ ഖുർആൻ. അതാണ് റൂട്ട് മാപ്പ്. സ്വർഗ്ഗത്തിലേക്ക് എങ്ങനെ എത്തണം, നരകത്തിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടണം. പ്രിയമുള്ളവർ, ഇത് നമ്മുടെ കൈകളിലുണ്ട്. ഇത് പഠിക്കാതെ, ഇതിനെക്കുറിച്ച് ചിന്തിക്കാതെ, ഇതിനെക്കുറിച്ച് മനസ്സിലാക്കാതെ മരണപ്പെട്ടു പോയാൽ നിങ്ങൾ ആലോചിക്കുക, അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അവിടെ ഹൃദയങ്ങൾ പൂട്ടിട്ട് വെച്ചിരിക്കുകയാണോ? ഖുർആനെക്കുറിച്ച് ഒരു ചിന്തിക്കണില്ലേ? ഖുർആനെക്കുറിച്ച് ചിന്തിക്കണില്ലേ? പ്രിയമുള്ളവരെ, ഞങ്ങളോട് ചോദിക്കട്ടെ, നമ്മൾ എന്നും രാത്രി കടക്കാൻ നേരത്ത് ഓതുന്ന സൂറത്തുൽ ഇഖ്ലാസും ഫലഖുൻ നാസും, 17 പ്രാവശ്യം നമ്മളൊരു ദിവസം ഓതുന്ന സൂറത്തുൽ ഫാത്തിഹ, 5 വക്ത് നമസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ ഓതേണ്ട ആയത്തുൽ കുർസി, രാത്രി കടക്കാൻ നേരത്ത് ഓതുന്ന ആമന റസൂൽ, ഇതിൻ്റെ അർത്ഥമൊക്കെ നമുക്കറിയോ? ഇതിൻ്റെ ആശയം നമുക്കറിയോ? ഇതൊന്നും മനസ്സിലാക്കാതെ, ഇതൊന്നും പഠിക്കാതെ നമ്മൾ സ്വർഗത്തിലേക്ക് പോകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണില്ല. അല്ലാഹ് നിൻ്റെ ഖുർആനിന് മുന്നിൽ എൻ്റെ ഹൃദയം ഞാൻ തുറന്നു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ആ വിഷയം നമ്മൾ നോക്കിക്കാണണം. ഖുർആനിലേക്ക് മടങ്ങലല്ലാതെ ഒരു പരിഹാരം നമുക്കില്ല. ഇസ്ലാമിൻ്റെ ഒരു വലിയ പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഉത്തരമില്ലാത്ത ചോദ്യം ഇസ്ലാമിലില്ല, പരിഹാരമില്ലാത്ത പ്രശ്നങ്ങളും ഖുർആനിലില്ല. പരിഹാരമില്ലാത്ത ഒരു പ്രശ്നം പോലും ഖുർആനിലില്ല. കാരണം അള്ളാഹ് ഈ ഖുർആൻ അവതരിപ്പിച്ച് തന്നെ പറഞ്ഞാൽ എന്താ അറിയോ? യാ അയ്യുഹന്നാസു ഖദ് ജാഅത്കും മൗഇളത്തും മിർ റബ്ബിക്കും വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ. ഈ ഖുർആൻ എന്ന് പറഞ്ഞാൽ മൗഇളത്തും മിർ റബ്ബിക്കും, നിങ്ങളുടെ റബ്ബിങ്കിൽ നിന്നുള്ള സതുപദേശമാണ്. അള്ളാഹ് നമുക്ക് നമ്മളെ മനസ്സിനെ സൃഷ്ടിച്ച, നമ്മളെ പ്രശ്നങ്ങളെ സൃഷ്ടിച്ച, നമ്മളെ പ്രവർത്തനങ്ങളെ സൃഷ്ടിച്ച അള്ളാഹ് പറയാണ് ഇത് അള്ളാഹുവിൽ നിന്ന് സതുപദേശമാണ്. വശിഫാഉൻ ലിമാ ഫിസ്സുദൂർ, ഇത് ഹൃദയങ്ങൾക്കുള്ള ശമനമാണ്. ഹൃദയങ്ങളെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, വേദനകൾ എല്ലാത്തിനുള്ള പരിഹാരം ഖുർആനിലുണ്ട്. ഫബിദാലിക ഫൽയഫ്റഹൂ, അതുകൊണ്ട് ആ ഖുർആനെ കൊണ്ട് അവർ സന്തോഷിച്ചു കൊള്ളട്ടെ. ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ, അവരൊരുമിച്ച് കൂട്ടുന്ന എല്ലാത്തിനേക്കാളും ഉത്തമമാണ് ഈ ഖുർആൻ എന്നാണ് ഞാൻ പറഞ്ഞ പരിഹാരമില്ലാത്തൊരു പ്രശ്നം. കഴിഞ്ഞ ദിവസം 2 കോളുകൾ എനിക്ക് വന്നത്. ഒന്ന്, ഒരാൾ വിളിച്ചിട്ട് അയാളിങ്ങനെ പറഞ്ഞു, ഉസ്താദേ, അയാൾ ക്ലാസ്സൊക്കെ കേട്ടിട്ട് ഇങ്ങനെ എവിടുന്ന നമ്പറൊക്കെ കിട്ടിയാൽ വിളിച്ച് പറയാണ്, ഉസ്താദേ വീട്ടിൽ കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഭാര്യയ്ക്ക് ഇന്ന പ്രശ്നമുണ്ട്, മക്കൾക്ക് ഇന്ന പ്രശ്നമുണ്ട്. അപ്പോൾ കുറേ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് അയാളിങ്ങനെ പറഞ്ഞു, പിന്നെ സാമ്പത്തികമായിട്ട് വളരെ പ്രയാസത്തിലാണ്, ബുദ്ധിമുട്ടാണ്. അപ്പോൾ അയാൾ സമ്പത്തിന് വിളിച്ചതോ ഒന്നും വിളിച്ചോന്നല്ല. എന്നിട്ട് അയാളിങ്ങനെ പറഞ്ഞു, ഉസ്താദ് ഞങ്ങളൊരു ക്ലാസ് കേട്ടിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു മഹത്വം പറയാൻ വേണ്ടി പറയില്ല, ഒരു ഖുർആൻ ക്ലാസ്, ഏതൊരു ഖുർആൻ ക്ലാസ്സിനെ അയാൾ പങ്കെടുത്തിട്ട് അദ്ദേഹം പറയാണ്, പിന്നെ ഉസ്താദ് എനിക്കറിയാം, അതുകൊണ്ട് ആ ഖുർആനിൽ നിങ്ങളന്ന് പറഞ്ഞു തന്ന ചില കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ പിടിച്ചിക്കണത്. എനിക്കറിയാം അള്ളാഹു എന്നെ പരീക്ഷിക്കണത് അള്ളാഹ്ക്കിനെ ഇഷ്ടമല്ലോണ്ട്, എനിക്കറിയാത്. നിങ്ങൾ ആലോചിച്ചു, അയാൾക്ക് ആ സമാധാനം വേറെ എന്തെന്നാണ് കിട്ടുക? അതുപോലെ കഴിഞ്ഞ ദിവസം ഗൾഫിൽ നിന്ന് ഒരാൾ വിളിച്ചു. അയാൾ 10 ലക്ഷം രൂപയാണ് ആ കുടുംബത്തിന് മാസവരുമാനം. 10 ലക്ഷം രൂപ, ഭാര്യയ്ക്കും ഭർത്താവിനും പാടെ 10 ലക്ഷം രൂപ മാസവരുമാനം. ഇപ്പോൾ ഭാര്യയ്ക്കൊരു വലിയ അസുഖം വന്ന്, ഒരു മെൻ്റൽ പോലത്തെ അസുഖം വന്ന് ആശുപത്രി ചികിത്സയിലാണ്. ഞാൻ ഉസ്താദ് കുടുംബക്കാരോട് പോലും പറഞ്ഞിട്ടില്ല എന്തതിന് പരിഹാരം എന്നാണ് ഞാൻ പറഞ്ഞത്. എന്താ അയാൾക്കൊരു പരിഹാരം പറഞ്ഞത്? നിങ്ങൾക്കൊരു 10,000 റുപ്യ ഞാൻ തരാമെന്ന് പറഞ്ഞാൽ അയാൾക്ക് സമാധാനം കിട്ടുമോ? ഒരു ആശുപത്രിയിൽ ഞങ്ങളെ കൊണ്ടാക്കാൻ ആ സമാധാനം കിട്ടുമോ? ഏറ്റവും വലിയ സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയാണ്. ഞാൻ ഖുർആൻ്റെ കുറച്ച് ആശയങ്ങൾ പറഞ്ഞു കൊടുത്തു, ഖുർആനിലെ ചില മരുന്നുകൾ പറഞ്ഞു കൊടുത്തു. അയാൾക്ക് സമാധാനം കിട്ടി, അയാൾക്ക് ആശ്വാസം കിട്ടി. എത്ര പ്രാവശ്യം അയാൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞത് അറിയും? കാരണം അത് അള്ളാഹ് പറഞ്ഞതാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. പട്ടിണി കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, ഭയം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, രോഗങ്ങൾ കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും, മരണം കൊണ്ട് നിങ്ങളെ പരീക്ഷിക്കും. ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്തയുണ്ട്. ഉലൈക അലൈഹിം സ്വലവാത്തും മിർ റബ്ബിഹിം വറഹ്മ വ ഉലൈക ഹുമുൽ മുഹ്തദൂൻ. അവരാണ് സന്മാർഗത്തിലായവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണം. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ഖുർആനിലേക്ക് മടങ്ങല്ലാതെ നമ്മുടെ ജീവിതത്തിന് സമാധാനം കിട്ടാൻ വേറൊരു വഴിയില്ല. ഇത് നമ്മളെ കുട്ടികൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മളെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. കഴിഞ്ഞ ദിവസം ഒരു 16-17 വയസ്സുണ്ടാവും, ഒരു പയ്യൻ എനിക്ക് വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, കുറച്ച് പ്രശ്നങ്ങളുണ്ട്, ഒന്ന് സംസാരിക്കണം. ആയിക്കോട്ടെ, ഞാൻ അവനെക്കുറിച്ച് പഠിച്ചു ആദ്യം. അപ്പോൾ പഠിച്ചപ്പോൾ നല്ലൊരു കുടുംബമാണ്, അവർ ഗൾഫിൽ സെറ്റിലാണ്, പ്രശ്നങ്ങളൊന്നുമില്ല. അതുമാത്രമല്ല, പിന്നെ ഖുർആൻ ഹിഫ്ള് പഠിച്ച് അവരെ സ്കൂളിലൊരു കോമ്പറ്റീഷൻ നടന്നപ്പോൾ ലബനാനികൾ, പാകിസ്ഥാനികൾ, അറബികളൊക്കെ കവച്ച് വെച്ച് ഇവൻ ഫസ്റ്റ് റാങ്കാണ്. എന്നാൽ അവന് സ്വർണ്ണ നാണയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ മനസ്സിലാക്കി. ഞാൻ വിചാരിച്ചു എന്താ പ്രശ്നം ഉണ്ടാവുക, എന്തെങ്കിലും ഒരു ദിക്ർ എന്തെങ്കിലും പറഞ്ഞു കൊടുത്ത, ഒരു ഉപദേശം പറഞ്ഞു കൊടുത്താൽ മതിയോ? ഞാൻ പറഞ്ഞു വീട്ടിലേക്ക് പോയോ. അങ്ങനെ വീട്ടിലേക്ക് വന്നു, സംസാരിച്ചു മനസ്സിലായി ഇത് ചെറിയ പ്രശ്നമല്ല. ഞാൻ പറഞ്ഞു 2ാമത്തെ ദിവസം വരണം.
രണ്ടാമത്തെ ദിവസം ഒന്ന് രാത്രി സിംഹഭാഗം സംസാരിച്ചു. അത് സംസാരിച്ചപ്പോൾ ഒരു വലിയ പാപം, നമ്മൾ പറയണില്ല, ഒരു വലിയ തെറ്റ് അത് രഹസ്യമായി വളരെ കൃത്യമായി അവൻ കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞു കൊടുത്തു, ഇത് ഇങ്ങനെയൊക്കെ തെറ്റാടാ, ഇങ്ങനെയൊക്കെ പ്രശ്നമുണ്ട്, ഭൗതികമായിട്ടും പ്രശ്നമുണ്ട്, മതപരമായിട്ടും പ്രശ്നമുണ്ട്. അത് പറഞ്ഞപ്പോൾ അവൻ എന്നോട് എന്താ പറഞ്ഞത്, ഇവിടെ കൂടിയ ഓരോ മാതാപിതാക്കളോടും ഞാൻ പറയാണ്, അവൻ എന്നോട് പറഞ്ഞത് എന്താ അറിയോ, ഉസ്താദേ എന്നിട്ടും ഇതിൻ്റെ ഉമ്മയപ്പം എനിക്ക് പറഞ്ഞെന്നില്ലല്ലോ. 16 വർഷം 17 വർഷമായിട്ട് എൻ്റെ ഉമ്മയും എൻ്റെ അപ്പം ഇതൊരു തെറ്റാണ് എന്ന് എനിക്ക് പറഞ്ഞെന്നില്ലല്ലോ. പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്ക്, നമ്മളെ മക്കൾ ഓരോ തെറ്റിലും പെട്ട് അവർ എൻ്റെ ഉമ്മയും എൻ്റെ അപ്പം എനിക്ക് പറഞ്ഞു തരാത്തത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് പെട്ടത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മുന്നിൽ നമ്മൾ എന്ത് മറുപടി പറയും? നാളെ റബ്ബിൻ്റെ മുന്നിലെത്തി അവൻ ഈ പ്രശ്നത്തിൻ്റെ ഈ പാപത്തിൻ്റെ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങാൻ നിൽക്കുമ്പോൾ, അള്ളാ എൻ്റെ മാതാപിതാക്കൾ എനിക്ക് ഭക്ഷണം തന്നു, എനിക്ക് വെള്ളം തന്നു, എനിക്ക് വിദ്യാഭ്യാസം തന്നു, വസ്ത്രം തന്നു, 20 വർഷം എൻ്റെ കൂടെ ഉണ്ടായിട്ട് ഇങ്ങനൊരു പാപം പരലോകത്ത് ഇന്നെ വലിയ ബുദ്ധിമുട്ടിലേക്ക് എത്തിക്കുമെന്ന് അവർ പറഞ്ഞു തന്നില്ലല്ലോ എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ മുമ്പിൽ നമ്മൾ എന്താ പറയുക? അതുകൊണ്ട് പ്രിയമുള്ളവരെ, പഠിപ്പിച്ചു കൊടുക്കുക, മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക, നമ്മൾ പഠിക്കുക.